നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ചാലക്കുടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. സംസ്ഥാനത്തെ മികച്ച ഹയർ സെക്കൻഡറി അധ്യാപകനുള്ള ഈ വർഷത്തെ അധ്യാപക അവാർഡ് നേടിയ കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ M. സുധീറിനെ കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അനുമോദിച്ചു. ചാലക്കുടി കലാഭവൻ മണി പാർക്കിൽ ആഘോഷരാവുകൾ തീർത്ത് 6 ദിവസമായി നടത്തിയ ഓണം ഫെസ്റ്റ് 2025 സമാപിച്ചു. കൊടകര അഴകം തപസ്യ കലാകായിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. അരമണിക്കിലുക്കി കുടവയർ കുലുക്കി പുലിത്താളം ചവിട്ടി സാംസ്കാരിക നഗരത്തിന്റെ ഹൃദയം കീഴടക്കി പുലിക്കൂട്ടങ്ങൾ. വാർത്തകൾ വിശദമായി. പോലീസ് സേനയിലെ ക്രിമിനലുകളെ സർവീസിൽ നിന്നും പുറത്താക്കുക, അവർക്ക് സംരക്ഷണമൊരുക്കുന്ന ആഭ്യന്തരമന്ത്രി രാജിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ചാലക്കുടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. KPCC അംഗം ഷോൺ പെല്ലിശ്ശേരി സമാപന യോഗം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ചാലക്കുടി നിയോജക മണ്ഡലം പ്രസിഡന്റ് ലിൻസൺ നടവരമ്പൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി ജോഫിൻ ഫ്രാൻസിസ് മുഖ്യപ്രഭാഷണം നടത്തി. നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് KK അനിൽലാൽ, മണ്ഡലം പ്രസിഡന്റുമാരായ NP പ്രവീൺ, സൂരജ് സുകുമാരൻ, അഭിജിത്ത് ശ്രീനിവാസൻ, ജയ്മോൻ ചുമാർ, ജയ്ഫൻ മാനാടൻ, സിജോ ദേവസി, നിയോജകമണ്ഡലം സെക്രട്ടറിമാരായ ഡെറിക് ഡേവിഡ്, ലിനോജ് ചിറമേൽ, റിൻഡോസ് കണ്ണമ്പുഴ, ശിവദാസ് KK, അൻസാർ കബീർ, ശ്രീജിത്ത് PS, അരുൺ വർഗീസ്, ഗിബ്സൺ പോൾ, നിഖിൽ തങ്കപ്പൻ, അലക്സ് പായമൽ, ലിജോ വട്ടേക്കാട് എന്നിവർ നേതൃത്വം നൽകി. സംസ്ഥാനത്തെ മികച്ച ഹയർ സെക്കൻഡറി അധ്യാപകനുള്ള ഈ വർഷത്തെ അധ്യാപക അവാർഡ് നേടിയ കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ M. സുധീറിനെ കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അനുമോദിച്ചു. സ്കൂളിൽ നടത്തിയ അനുമോദന ചടങ്ങിൽ കൊടകര ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു സന്നിഹിതയായി. എല്ലാ കാലഘട്ടത്തിലും നല്ല ഉയർച്ചകൾ ഉണ്ടായിട്ടുള്ള ചരിത്രമാണ് കൊടകരയ്ക്കുള്ളത്. അതുപോലെ തന്നെ കൊടകര പഞ്ചായത്തിൻ്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ നല്ല നേട്ടങ്ങൾ കൈവരിക്കാൻ മറ്റുള്ളവരെ പ്രൊമോട്ട് ചെയ്യാനും മാഷിന് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. സംസ്ഥാനത്തെ മികച്ച ഹയർ സെക്കൻഡറി അധ്യാപകനുള്ള ഈ വർഷത്തെ അധ്യാപക അവാർഡ് നേടിയ കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ M. സുധീറിനെ സ്കൂൾ PTA നേതൃത്വത്തിൽ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. PTA പ്രസിഡന്റ് സുനിൽ കുമാർ K, PTA അംഗങ്ങളായ NV ബിജു, സുധീഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ആദരവ് സംഘടിപ്പിച്ചത്. ചാലക്കുടി കലാഭവൻ മണി പാർക്കിൽ ആഘോഷരാവുകൾ തീർത്ത് 6 ദിവസമായി നടത്തിയ ചാലക്കുടിയുടെ നന്മോണം ഓണം ഫെസ്റ്റ് 2025 സമാപിച്ചു. സമാപന സമ്മേളനത്തിന് നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ അധ്യക്ഷത വഹിച്ചു. MLA സനീഷ് കുമാർ ജോസഫ്, ഫൊറോന വികാരി ഫാദർ വർഗീസ് പാത്താടൻ, ടൗൺ ചീഫ് ഇമാം ഹസനി ഹുസൈൻ, SNDP യൂണിയൻ സെക്രട്ടറി KA ഉണ്ണികൃഷ്ണൻ, വൈസ് ചെയർപേഴ്സൺ C. ശ്രീദേവി, പ്രതിപക്ഷ നേതാവ് CS സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര അഴകം തപസ്യ കലാകായിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. അഴകം ശ്രീ ദുർഗാ ദേവി ക്ഷേത്രാങ്കണത്തിൽ നടത്തിയ ഓണാഘോഷത്തിൽ വിവിധ കലാകായിക പരിപാടികൾ അരങ്ങേറി. തുടർന്ന് ആനന്ദപുരം കണ്ണകി കൈക്കുട്ടിക്കളി സംഘത്തിൻ്റെ കൈക്കുട്ടിക്കളിയും അരങ്ങേറി. പരിപാടികൾക്ക് ക്ലബ്ബ് ഭാരവാഹികളായ നിഖിൽ തൊമ്മാത്ത്, ഉണ്ണികൃഷ്ണൻ എടാട്ട്, സന്ധ്യ അനൂപ് നാഗത്ത്, ജിതിൻ ബാബു, അരുൺ വെള്ളയത്ത് എന്നിവർ നേതൃത്വം നൽകി. അഡ്വക്കേറ്റ് ആശാ രാംദാസ്, മുരുകൻ വെമ്മനാട്ട്, മോഹനൻ വെമ്മനാട്ട്, വേണുഗോപാൽ പിരാരത്ത്, കൃഷ്ണരാജ് തുടങ്ങിയവർ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ആഘോഷങ്ങളിലെല്ലാം തനിമ നിലനിർത്തുന്ന തൃശ്ശൂരിൽ അരമണിക്കിലുക്കി കുടവയർ കുലുക്കി പുലിത്താളം ചവിട്ടി സാംസ്കാരിക നഗരത്തിന്റെ ഹൃദയം കീഴടക്കി പുലിക്കൂട്ടങ്ങൾ. ഓണാഘോഷത്തിന്റെ ഭാഗമായി തൃശൂർ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പുലിക്കളി
നാടും നഗരവും ഏറ്റെടുത്തു. അയ്യന്തോൾ, കുട്ടൻകുളങ്ങര, സീതാറാമിൽ ലൈൻ, ചക്കാമുക്ക്, നായ്ക്കനാൽ, വിയ്യൂർ, ശങ്കരൻകുളങ്ങര, വെളിയന്നൂർ, പാട്ടുരായ്ക്കൽ തുടങ്ങി 9 ദേശങ്ങളിൽ നിന്നുള്ള പുലിക്കളി സംഘങ്ങളാണ് സ്വരാജ് റൗണ്ടിൽ അണിനിരന്നത്. ആദ്യം സ്വരാജ് റൗണ്ടിൽ പ്രവേശിച്ച വെളിയന്നൂർ ദേശത്തിന് തെക്കേ ഗോപുരനടയിൽ റവന്യൂ മന്ത്രി കെ രാജൻ, MLA മാർ എന്നിവർ ചേർന്ന് ഫ്ലാഗ് ഓഫ് നിർവഹിച്ചതോടെ പുലിക്കളി ആഘോഷങ്ങൾക്ക് തുടക്കമായി. തൃശൂർ മേയർ MK വർഗീസ് അധ്യക്ഷത വഹിച്ചു. ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാമിൻ്റെ ഭാഗമായി റെസ്പോൺസിബിൾ ടൂറിസം പ്രചാരകരായ 12-അംഗ അന്താരാഷ്ട്ര സംഘവും പുലിക്കളി കാണാൻ എത്തിയിരുന്നു. പുലിക്കളി കലാകാരന്മാരുടെയും പൊതുജനങ്ങളുടെയും സുരക്ഷ കണക്കിലെടുത്ത് തൃശൂർ കോർപ്പറേഷൻ 50 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കിയിരുന്നു. പങ്കെടുത്ത ഓരോ പുലിക്കളി സംഘത്തിനും 3,12,500 രൂപ വീതം കോർപ്പറേഷൻ സാമ്പത്തിക സഹായവും നൽകി. പുലിക്കളി സംഘങ്ങൾക്ക് ആവശ്യമായ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും പൊതുജനങ്ങൾക്കായി മെഡിക്കൽ സൗകര്യവും സൗജന്യ കുടിവെള്ള വിതരണവും കോർപ്പറേഷൻ സജ്ജമാക്കി. തൃശൂർ റൗണ്ടിലൂടെ പുള്ളിപ്പുലികളും വരയൻപുലികളും പുലിക്കൊട്ടിനൊത്ത് അരമണികിലുക്കി ആടിയപ്പോൾ ആവേശത്തിമിർപ്പിൽ ഒരു കൂട്ടം കുട്ടികളും ഗാലറിയിലിരുന്ന് പുലിക്കളി ആസ്വദിക്കുന്നുണ്ടായിരുന്നു. തളിക്കുളം BRCയിലെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളായിരുന്നു തേക്കിൻകാട് മൈതാനിയിലെ തെക്കേ ഗോപുരനടയിൽ പ്രത്യേകം തയ്യാറാക്കിയ ഗാലറിയിലിരുന്ന് പുലിക്കളി കണ്ടത്. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 1 തളിക്കുളത്ത് നടത്തിയ മുഖാമുഖം മീറ്റ് യുവർ കളക്ടർ പരിപാടിയുടെ 46-ാം അധ്യായത്തിൽ അതിഥികളായെത്തിയത് സമഗ്ര ശിക്ഷ കേരളയുടെ തളിക്കുളം BRCയിലെ കുട്ടികളും അവരുടെ മാതാപിതാക്കളുമായിരുന്നു. മുഖാമുഖത്തിൽ ജില്ലാ കളക്ടറുടെ സംവാദത്തിൽ ഇതുവരെ TV-യിൽ മാത്രം കണ്ടിട്ടുള്ള പുലിക്കളി നേരിൽ കാണാൻ ആഗ്രഹമുണ്ടെന്ന് കുട്ടികൾ കളക്ടറോട് പറഞ്ഞു. കുട്ടികളുടെ ആഗ്രഹങ്ങൾക്ക് നിറം പകരാൻ തയ്യാറായ കളക്ടറും സംഘവും ഇതിനായുള്ള ക്രമീകരണങ്ങൾ ഒരുക്കി. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് ഇവർക്കായുള്ള യാത്രാ സൗകര്യം ഏർപ്പാടാക്കി. അങ്ങനെ സുമനസ്സുകളെല്ലാം കൈകോർത്തപ്പോൾ തൃശൂർ സ്വരാജ് റൗണ്ടിൽ സുരക്ഷാ സംവിധാനങ്ങളോടെ കുട്ടികൾക്ക് പുലിക്കളി കാണാനുള്ള സൗകര്യമൊരുങ്ങി. കുട്ടികളിൽ ആശിഷും ശ്രീഹരിയും സച്ചിനും ഷുഹൈബും പുലിത്താളത്തിൽ ചുവടുവെച്ചും ഒഴുകി നീങ്ങുന്ന പ്ലോട്ടുകൾ കണ്ട് കയ്യടിച്ചും പുലിക്കളിയുടെ ആവേശത്തിൽ പങ്കാളികളായി. ഇൻക്ലൂസീവ് തൃശൂർ ക്യാമ്പയിൻ്റെ ഭാഗമായി BRCയിലെ കുട്ടികളും മാതാപിതാക്കളും അടക്കം 70ഓളം പേരാണ് പുലിക്കളി ആസ്വദിക്കാൻ എത്തിയത്. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ തൃശൂർ പൂരം കാണാനും പ്രത്യേക പരിഗണന അർഹിക്കുന്ന ഒരു കൂട്ടം കുട്ടികളെ കൊണ്ടുവന്നിരുന്നു. കുട്ടികൾക്ക് പുലിക്കളി കാണുന്നതിനായി തെക്കേ ഗോപുരനടയിൽ പ്രത്യേകം തയ്യാറാക്കിയ ഗാലറിയിലേക്ക് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ, തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PS പ്രിൻസ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ എന്നിവർ എത്തിയിരുന്നു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 10,110 രൂപ, പവന് 80,880 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ചാലക്കുടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. സംസ്ഥാനത്തെ മികച്ച ഹയർ സെക്കൻഡറി അധ്യാപകനുള്ള ഈ വർഷത്തെ അധ്യാപക അവാർഡ് നേടിയ കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ M. സുധീറിനെ കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അനുമോദിച്ചു.
ചാലക്കുടി കലാഭവൻ മണി പാർക്കിൽ ആഘോഷരാവുകൾ തീർത്ത് 6 ദിവസമായി നടത്തിയ ഓണം ഫെസ്റ്റ് 2025 സമാപിച്ചു. കൊടകര അഴകം തപസ്യ കലാകായിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. അരമണിക്കിലുക്കി കുടവയർ കുലുക്കി പുലിത്താളം ചവിട്ടി സാംസ്കാരിക നഗരത്തിന്റെ ഹൃദയം കീഴടക്കി പുലിക്കൂട്ടങ്ങൾ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.